ചില ഫുഡെല്ലാം നമ്മൾ കാണുമ്പോൾ വിചാരിക്കില്ല ഇതെങ്ങനെ കഴിക്കലേന്ന്. അങ്ങനെ ഞാനും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഇടാം. ഇത് കാസർഗോഡ് സ്പെഷ്യൽ കടുമ്പിൻ്റെ റെസിപ്പിയാണ്. ഇത് ഒരുപാട് തരത്തിലുണ്ടാക്കും. അതായത് അരി അരച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കും, പൊടി കൊണ്ട് ഉണ്ടാക്കും, അങ്ങനെയെല്ലാം ഉണ്ടാക്കും. അപ്പോൾ ഞാനിപ്പം നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത്. പത്തലിൻ്റെ പൊടിയിലെ അതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിലൂടെ തന്നെ 2 കപ്പ് പുട്ടുപൊടി, വറുത്ത പുട്ടുപൊടി ചേർത്ത് കൊടുക്കട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിൽ പിന്നെ തേങ്ങൻ്റെ അളവൊന്നും പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. തേങ്ങ കൂട്ടുന്നതിനനുസരിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കൂട്ടാ. പിന്നെ പാകത്തിനുള്ള ഉപ്പും പിന്നെ സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത്. നമ്മൾ പത്തിരിക്കെല്ലാം കുഴച്ചെടുക്കുന്നില്ല, അതുപോലെ തന്നെ പ്രത്യേകം പറയാനുണ്ട്, ഇത് പത്തൽ പൊടിയാണ് കേട്ടോ, പത്തിരി പൊടിയല്ല. അത് രണ്ടും വേറെ വേറെയാണ്. ഇത് പൊയ്ങ്ങലരി പൊടിച്ചിട്ടുണ്ടാക്കുന്ന പൊടിയാണ്, അതുകൊണ്ടാണ് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പത്തിരി പൊടി കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, അത്ര ടേസ്റ്റ് കിട്ടുമെന്ന് അറിയില്ല. ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ആക്കട്ടെ. അപ്പോൾ മാവ് നല്ലോണം കുഴച്ച് വെച്ചിട്ട് നിങ്ങൾ കണ്ടില്ല, വീട്ടിൽ കാണുന്ന പോലെ ആ ഒരു ഷേപ്പിലാക്കുക. തേങ്ങാമുറിൻ്റെ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാൻ ആക്കിയിട്ടുള്ളത്. ശരിക്കും ഇങ്ങനെയല്ല, കാസർഗോഡൊക്കെ ഉമ്മമാരെല്ലാം ഉണ്ടാക്കുന്നത് വേറെ തന്നെ രീതിയിലാണ്. അപ്പോൾ എൻ്റെതായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ചിലപ്പോൾ ഇത്ര കട്ടിയൊന്നും ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഉണ്ടാക്കിയത് കുറച്ച് കട്ടിയിലാണ്, എന്നാലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല ബീഫിൻ്റെ കറി അതുപോലെ തന്നെ മീൻ്റെ കറിയെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുഴച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഗ്രീൻ മസാലിൻ്റെ ബീഫിൻ്റെ കറിൻ്റെ റെസിപ്പിയും പിന്നെ കടുമ്പിൻ്റെ റെസിപ്പിയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സഫാഫുഡിലായിട്ട് തന്ന്, അപ്പം അതിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക. കടമ്പ് ഗ്രീൻ മസാലക്കറി ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ പൊടിച്ചൊക്കെ തിന്നും. ആ ബീഫിൻ്റെ കഷ്ണം കൂട്ടിയിട്ട് ഒന്ന് സാറേ ഒന്നിനും കാണുന്നില്ല, ഇതിലൊന്നും കാണുന്നില്ല, ഇത് മാത്രമേ കാണുന്നുള്ളൂ. കഴിഞ്ഞൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ ഓണിയൻ കട്ടിങ്ങിൻ്റെ, അപ്പം അത് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ അതിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ട്, കുറേ ആൾക്കാർ പർച്ചേസ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇനിയും ഇപ്പോഴും ഓഫർ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതും നല്ല അടിപൊളിയിൽ ഒരുപാട് ഡിസൈൻ ഉണ്ട് കേട്ടോ. ഏതായാലും ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കട്ടോ. ഒരു കട്ടിംഗ് ബോർഡ് കണ്ട, അത് നല്ല ക്യൂട്ടുണ്ട്, നല്ല രസമുണ്ട്. ഗ്ലാസിൻ്റെ തന്നിട്ടാ 3 പീസാണ് ഈ ഒരു സെറ്റിൽ വരുന്നത്. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി നല്ല കളക്ഷനിലുണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഇഷ്ടമായിട്ടുണ്ട്. കിച്ചണിലെല്ലാം വെച്ച് കഴിഞ്ഞാൽ എന്ത് രസമാണ് കാണാനെന്ന് അറിയോ. ഇത് ലെമണിൻ്റെ തന്നിട്ടാ, ഒരുപാട് ഡിസൈനിലുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നിന്ന് കമൻറ്റ് ആക്കാം. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, ഇപ്പം റമദാൻ സെയിൽ നടക്കുന്നുണ്ട്, നല്ല ഓഫർ, പകുതിൻ്റെ പ്രൈസിനാണ് കേട്ടോ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം പർച്ചേസ് ആക്കിക്കോളുണ്ട്. ഈ ഒരു ഓഫർ ചിലപ്പം 1 ദിവസം 2 ദിവസം അത്രയേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നത് അപ്പം തന്നെ നിങ്ങൾ ലിങ്ക് നിന്ന് കമൻറ്റ് ആക്കാം. പിന്നെ സ്റ്റോറി ചെക്ക് കേട്ടോ, സ്റ്റോറിയിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. പല ഡിസൈനിലുള്ള എല്ലാത്തിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. നല്ല ക്യൂട്ടായിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ട്രെൻഡിയോളിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഇന്ത്യയിൽ കിട്ടൂല കേട്ടോ. കുറേ ആൾക്കാർ ഇന്ത്യയിൽ കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് GCC കൺട്രീസിൽ മാത്രമേ ഉള്ളൂ ട്രെൻഡിയോൾ ആപ്പ്. അപ്പോൾ ദുബായിലൊക്കെ നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ ലിങ്ക് അയച്ചു കൊടുത്താൽ. പിന്നെ അതിൻ്റെ ഡിസ്കൗണ്ട് കൂടെ ഫാസ്റ്റാണ് ഇത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതും കൂടെ യൂസ് ആക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ആക്കുന്നുണ്ടെങ്കിൽ നല്ല ഡിസ്കൗണ്ടിൽ കിട്ടും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വാങ്ങിച്ചോളി, വെയിറ്റ് ആക്കണ്ട. ഓക്കെ, ബൈ, താങ്ക് യു.